നടനും DMDK നേതാവുമായ വിജയകാന്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് തമിഴ്നാട്. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 8:30 ആയിരുന്നു അന്ത്യം. നഷ്ടമായത് തമിഴ് സിനിമയ്ക്കും രാഷ്ട്രീയത്തിനും പുതിയ ദിശാബോധം നൽകിയ നേതാവെന്ന് പ്രധാനമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും അനുസ്മരിച്ചു. കടുത്ത പനിയെ തുടർന്നാണ് വിജയകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശ്വാസതടസ്സം ശക്തമായതിനെ തുടർന്ന് ഇന്നലെ രാവിലെ മുതൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. 3ാം തവണയും കോവിഡ് പോസിറ്റീവായത് വിജയകാന്തിന്റെ ആരോഗ്യനിലയെ സാരമായി ബാധിച്ചു. ആദ്യ തവണ കോവിഡ് ബാധിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിരുന്നില്ല. കൂടെ കടുത്ത പ്രമേഹവും. മരണവാർത്ത സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആശുപത്രിയിലെത്തിയ മുഖ്യമന്ത്രി സ്റ്റാലിൻ തമിഴ് രാഷ്ട്രീയത്തിലെയും ചലച്ചിത്ര മേഖലയിലെയും വിജയകാന്തിന്റെ നേട്ടങ്ങളെ അനുസ്മരിച്ചു. തമിഴ് ചലച്ചിത്ര മേഖലയിലെ മികച്ച നടനെയും തമിഴ് രാഷ്ട്രീയത്തിലെ മികച്ചൊരു രാഷ്ട്രീയക്കാരനെയുമാണ് നഷ്ടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. അതിവൈകാരികമായാണ് തമിഴ്നാട് വിജയകാന്തിന്റെ വിയോഗവാർത്ത ശ്രവിച്ചത്. വിയോഗവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിയത് നിരവധി ആളുകളാണ്. ആരാധകരെ തടയാൻ പോലീസും ആശുപത്രി അധികൃതരും നന്നേ ബുദ്ധിമുട്ടി. കഴിഞ്ഞ 10 വർഷക്കാലമായി സജീവ രാഷ്ട്രീയത്തിലും സിനിമയിലും ഇല്ലെങ്കിലും വിജയകാന്ത് ജനമനസ്സുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ജയപരാജയങ്ങൾ ഊർജ്ജമാക്കിയാണ് അദ്ദേഹം തമിഴ് ജനതയ്ക്കൊപ്പം നിന്നത്. രാഷ്ട്രീയക്കാരനായും സിനിമാക്കാരനായും 5 പതിറ്റാണ്ടുകാലം തമിഴ് ജനതയുടെ മനസ്സിൽ ഇടം പിടിച്ച അസാധാരണ നേതാവിന് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് തമിഴ്നാട് യാത്ര പറയുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കുക. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.